അമേരിക്ക യമനെ ആക്രമിച്ചു. അതിൽ പ്രതിഷേധിച്ച് റഷ്യ ഇപ്പോൾ രംഗത്ത് വന്നേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ ആ ഒരു മേഖലയെ മൊത്തത്തിലൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ? ഹൂത്തിയുടെ ഇപ്പോൾ ആക്രമിക്കുക അമേരിക്ക, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അമേരിക്ക ഹൂത്തികൾക്കെതിരെ ശക്തമായ ഒരു ആക്രമണം നടത്തി. അത് മെയിനായിട്ട് ആക്രമണം നടന്നിരിക്കുന്നത് സന, പിന്നെ സാദ, തായിസ്, ദഹിയാൻ എന്നീ നഗരങ്ങളിലാണ്. സനയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദി ക്യാപിറ്റൽ, യമൻ്റെ ക്യാപിറ്റലാണ്. സാദായുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയുടെ ബോർഡറാണ്, ബോർഡറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ദഹിയാൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഹൂത്തികളുടെ നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂത്തി എന്ന് പറയുന്ന ആളുടെ ഏരിയയാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഒക്കെയാണ് ഈ അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആക്രമണം നടത്തിയ ഉടനെ റഷ്യ അറിയിച്ചു വിവരം. അതായത് സെർജി ലാവ്റോവ് എന്ന് പറയുന്ന അവരുടെ ഫോറിൻ മിനിസ്റ്ററെയാണ് വിളിച്ച് അറിയിച്ച ആൾ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ഈ വിവരം അറിയിച്ചത്, മാർക്കോ റൂബിയോ. അപ്പോൾ അത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ റഷ്യ പറഞ്ഞു അങ്ങനെയല്ല വേണ്ടേ, ആക്രമണങ്ങൾ പാടില്ല, ഡിപ്ലോമസിയാണ് ഉപയോഗിക്കേണ്ടത്, സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇറാനും ഇതിനെ എതിർത്തിട്ടുണ്ട്. ഇറാനും പിന്നെ എതിർക്കാതെ പറ്റില്ല, കാരണം ഇറാൻ്റെ ശിഷ്യനാണ് ഈ പറയുന്ന ഹൂത്തികൾ അല്ലെങ്കിൽ യമൻ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ എതിർപ്പ് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ റഷ്യ ഈ പറഞ്ഞത് വലിയ ആത്മാർത്ഥത്തോട് കൂടിയൊന്നുമല്ല. എല്ലാവരും ഒരുപക്ഷെ അത് ചെങ്കടലിലൂടെയുള്ള അവരുടെ കപ്പലുകളുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നതായിരിക്കും. അതായത് ചെങ്കടലിലൂടെ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയായി അനേകം അവരുടെ ഈ ഷിപ്പുകളും അതേപോലെ കാര്യങ്ങളൊക്കെ ആക്രമണം ആരംഭിച്ചു. അതിൽ കൂടെയുള്ള സഞ്ചാരം ചുരുങ്ങി എന്ന് മാത്രമല്ല, ഈ ചെങ്കടലിലൂടെ യാത്ര ചെയ്ത് സൂയസ് കനാലിലൂടെ പോകുന്ന ഷിപ്പുകളുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 2/3 ഭാഗവും ഇപ്പോൾ അതിൽ കൂടെ യാത്ര ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്ര അപകടകരമായിട്ട് മാറി. വാസ്തവത്തിൽ ഒക്ടോബർ 7th അറ്റാക്കിൽ നമ്മൾ ഹമാസിൻ്റെ കാര്യമാണോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും അതേപോലെ തന്നെ ശല്യം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ഈ ഹൂത്തികൾ മാറി. ഗാസയിൽ പോലും ഇവര് പലസ്തീനെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഗാസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവർ പറയുന്നു. കാര്യം ശരിയാണ്, ഗാസയോട് സപ്പോർട്ട് കാണിക്കാനായിട്ടാണ് ഈ ചെയ്യുന്നത്. പക്ഷേ അതിലൂടെ യാത്ര ചെയ്യുന്ന പല രാജ്യങ്ങളുടെയും കപ്പലുകൾ, അമേരിക്കയുടെ പ്രത്യേകിച്ച്, ഇസ്രായേലിൻ്റെയും പ്രത്യേകിച്ച്, അതേപോലെ UK, ജപ്പാൻ മുതലായ രാജ്യങ്ങളുടെയൊക്കെ ഷിപ്പുകൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെയുള്ള സഞ്ചാരം പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വന്നു. അപ്പോൾ ബൈഡൻ്റെ കാലത്ത് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ട്രംപ് ആദ്യമായിട്ടൊരു ആക്രമണം അയച്ചുവിട്ടത്. അതിന് ജെറ്റ്സ്, ഡ്രോൺസ്, അതേപോലെ നേവൽ അസറ്റ്സ്, ഷിപ്പുകളെല്ലാം അതിൽ ഇൻവോൾവ് ആയിരുന്നു. ഈ പറയുന്ന നഗരങ്ങളിലൊക്കെ, അതായത് സന, അതേപോലെ സാദ, തായിസ്, ദഹിയാൻ മുതലായ സിറ്റീസിലൊക്കെയാണ് ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും. അത് മാത്രമല്ല, അവർ പറയുന്നത് ഇത് ഒരു വാർ ക്രൈമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. മാത്രമല്ല സിവിലിയൻസ് കൊല്ലപ്പെട്ടു, അതേപോലെ കുട്ടികൾ കൊല്ലപ്പെട്ടു, ഇങ്ങനെ വളരെയധികം കംപ്ലയിൻറ്റ്സ് അവർക്കുണ്ട്. അതൊക്കെ സ്ഥിരം കംപ്ലയിൻറ്റ്സ് ആണ്. ഇവർ ചെന്ന് അങ്ങോട്ട് കയറിയിട്ടാണ് ഈ തിരിച്ച് ആക്രമണം ഉണ്ടാകുന്നത്. പിന്നെ ഇറാനാണെങ്കിലും ഹൂത്തികൾക്ക് വളരെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാനോട് സൂക്ഷിക്കണം, ഇറാനാണ് ഈ ഹൂത്തികളെ കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യിക്കുന്നത്, അതുകൊണ്ട് ഇറാനും ഇതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞു. പിന്നെ ഹൂത്തികൾ കുറ്റം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ UK-യും കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ അഗ്രസീവായിട്ടാണ് US ആൻഡ് UK ഇപ്പോൾ സമീപനം നടത്തുന്നത്. പക്ഷേ UK കാര്യമായ ആക്രമണത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അവർ റീഫ്യൂവലിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ, റീഫ്യൂവലിംഗ് നടത്താനായിട്ട്. അത് പതിവായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ആ സപ്പോർട്ട് തന്നെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൂത്തികൾ പറയുന്നത് ഞങ്ങൾ ഇസ്രായേൽ, US ആൻഡ് UK ഇവരെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഗാസയിലെ ആൾക്കാരുടെ വംശഹത്യയാണ് ഇസ്രായേൽ നടത്തുന്നത്, അത് ഞങ്ങൾ എന്ത് വില കൊടുത്തും തടയും. അപ്പോൾ ഇസ്രായേലിനെതിരായിട്ടും ഗാസയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ അതെ, അപ്പോൾ അമേരിക്കയുടെ CENTCOM എന്ന് പറയും, സെൻട്രൽ കമാൻഡാണ് ഈ ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത്. പിന്നെ ഇറാനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാനായിട്ടുള്ള നേരിട്ട് ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾക്കിതിൽ നേരിട്ട് യാതൊരു പങ്കുമില്ല, ഞങ്ങൾ ഹൂത്തികൾ ഞങ്ങൾ പറയണതനുസരിച്ചല്ല ചെയ്യുന്നത്, അവർക്ക് അവരുടേതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷനുണ്ട്, അതനുസരിച്ച് അവർ കാര്യങ്ങൾ പലതും പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അൻസറള്ള എന്ന് പറഞ്ഞിട്ട്,
അൻസറുള്ളയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ ഡയറക്ഷനൊന്നും കിടക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അവർ ഹൂത്തികളെ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് അത്, അതിൽ ഞങ്ങളെ വലിച്ചു വയ്ക്കേണ്ട എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇറാൻ്റെ റോള് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇറാനാണ് അതിൽ മുഖ്യപ്രതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് എല്ലാ ടെററിസ്റ്റിനോടുമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, യുവർ ടൈം ഈസ് അപ്പ്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇറാൻ നേരത്തെ ഈ ഇസ്രായേൽ തന്നെ ഹൂത്തികളെ ആക്രമിച്ചപ്പോൾ 2 പ്രാവശ്യം ആക്രമണം നടത്തിയപ്പോഴും ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ അങ്ങനെ അങ്ങ് ആക്രമിക്കാനുള്ള ഒരവസ്ഥയിലല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലായാലും അമേരിക്കയായാലും ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇറാൻ ആക്രമണം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അതെ ആ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുന്നത് പഴയ നമ്മൾ രണ്ട് ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളൊക്കെ കണ്ടു, ആ ലൈനിലായിരിക്കില്ല. ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ട്രംപ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള ഒരു എക്സ്ക്യൂസായിട്ട് ഇവരത് വളർത്തിക്കൊണ്ടുവരും. പെട്ടെന്ന് ഈ എസ്കലേഷൻ വന്നു കഴിഞ്ഞാൽ എസ്കലേഷൻ പെട്ടെന്ന് തീരുന്ന എസ്കലേഷൻ ആയിരിക്കില്ല, അത് വർദ്ധിച്ച് വരികയും ചെയ്യും. അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണവ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായിട്ട് ഉള്ള ഒരു ഇൻവിറ്റേഷൻ പോലെയാകും ഇപ്പോൾ ഇറാൻ എന്തെങ്കിലും ചെയ്താൽ. അതുകൊണ്ട് ഇറാൻ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. പിന്നെ ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെയൊക്കെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്ഥിരം വർത്തമാനങ്ങളുണ്ട്, പക്ഷേ കാര്യമായിട്ടൊന്നും നടക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിന് മുമ്പ് ഉണ്ടായ ആക്രമണങ്ങളുടെ ഫലമായിട്ട് ഇസ്രായേലിന് തിരിച്ചടിക്കാനായിട്ട് ചാൻസ് കിട്ടി. അതോടുകൂടി ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ അവർ ആക്രമിച്ച് അപ്പം തന്നെ തകർത്തായിരുന്നു. ഹൂത്തികൾക്ക് നല്ല ആക്രമണം കൊടുത്തായിരുന്നു. ഇനി ഇറാൻ ഇതിൽ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ ഇറാൻ അത് വലിയ വില നൽകേണ്ടി വരും. കാര്യം ഇപ്പോൾ റഷ്യയൊക്കെ ഇപ്പം ഇങ്ങനെ ഞങ്ങൾ ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, യമനെ ആക്രമിക്കണമെന്ന് പറയുമ്പോൾ അതിപ്പോൾ സെർജി ലാവ്റോവിനെ മാർക്കോ റൂബിയോ വിളിച്ചു സംസാരിച്ചപ്പോൾ അതിന് ഒരു മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ എല്ലാവരോടും പറയാവുന്ന കാര്യമാണ്. യുദ്ധം മോശമാണ്, നെഗോഷിയേഷനിലൂടെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ എല്ലാവർക്കും പറയാം. അത് റഷ്യയും പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ റഷ്യ ഇപ്പോൾ അവിടെ പോയിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടി യുദ്ധം നടത്തുമ്പോൾ അതിലിടപെടാനായിട്ട് റഷ്യ ഒരിക്കലും, കാരണം റഷ്യക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് പ്രോബ്ലംസ് ഉണ്ട് ഈ യുക്രൈനൊക്കെ ആയിട്ടുള്ള യുദ്ധം. കാര്യം അവരിപ്പോൾ ഒരു സ്ട്രോങ് പൊസിഷനിലാണ് റഷ്യ. പക്ഷേ റഷ്യ എത്ര സ്ട്രോങ് പൊസിഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 3 വർഷമായിട്ട് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയം എന്നുള്ളത് അങ്ങ് പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാര്യം ട്രംപൊക്കെ ഉപദേശിക്കുന്നുണ്ട്, യുദ്ധം നടത്തുന്ന 2 കൂട്ടരോടും പറയുന്നുണ്ട്. പക്ഷേ ഒരു ആത്യന്തികമായിട്ട് ഇത് വിജയിച്ചു അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. റഷ്യക്ക് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നാണക്കേടായിപ്പോയി. കാരണം പുടിൻ യുദ്ധം തുടങ്ങി ഉടനെ പറഞ്ഞിരുന്നത് 3 ദിവസത്തിനുള്ളിൽ തീർക്കാനുള്ളതുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. 3 വർഷം കഴിഞ്ഞിട്ടും തീർത്തിട്ടില്ല. കാര്യം 20% ഓഫ് ദി ടെറിട്ടറി യുക്രൈനിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. എന്നാലും പുടിൻ പ്ലാൻ ചെയ്ത പോലെയല്ല കാര്യങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോയിട്ട് ഇനി ഒരു അപകടത്തിൽ ചാടാനായിട്ട് റഷ്യ ഒരിക്കലും ഇഷ്ടപ്പെടാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെത്താൻ ചെയ്യേണ്ടി വരും. തന്നെത്താൻ ചെയ്യാനായിട്ടുള്ള ഇറാന് കപ്പാസിറ്റി ഇല്ല. കഴിഞ്ഞ 2 ഈ യുദ്ധം എന്ന് പറയാനില്ല, കുറച്ച് സമയത്തേക്ക് നടന്ന ആക്രമണത്തിൽ തന്നെ ഇറാൻ ഒരു പരുവമായിപ്പോയി. മാത്രമല്ല അവർക്കിപ്പോൾ മോഡേൺ വാർഫെയറിന് പറ്റിയ വെപ്പൺസോ എയർക്രാഫ്റ്റോ ഒന്നുമില്ല. അവരുടെ കഴിവും അവരുടെ പുരോഗതിയും എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ പല അവസരങ്ങളിലും കണ്ടതാണ്. അവർക്ക് ഇപ്പോഴുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ റീസ പെഹലവിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ആയുധങ്ങളാണ്. അതേപോലെ ഈ എയർക്രാഫ്റ്റൊക്കെ ആണെങ്കിൽ അന്നത്തെ കാലത്തെയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പ്രസിഡന്റ് പോയി കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റർ ഇടയ്ക്ക് വെച്ച് താഴെ വീണതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇറാൻ ഇതിലൊന്നും ഇടപെടാൻ വഴിയില്ല. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലുമായിട്ട് ഈ യമൻ അല്ലെങ്കിൽ അവിടുത്തെ ഹൂത്തികൾ ഒരു ആക്രമണത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം. വേറെ ആരും ഈ ഫലം അനുഭവിക്കാനായിട്ട് കൂടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.